തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വിന്താലു ആണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്കൊരു മസാല തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ആദ്യം ഒരു 7 പിരിയം മുളക് ചൂടുവെള്ളത്തിൽ 15 മിനിറ്റ് കുതിർത്ത് വയ്ക്കാം. ഇങ്ങനെ കുതിർത്ത് വയ്ക്കുമ്പോൾ മുളക് നന്നായിട്ട് സോഫ്റ്റ് ആകും, പെട്ടെന്ന് നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ജീരകം, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 15 ചെറിയ അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന മുളകും കൂടെ ചേർത്ത് ഇതിലേക്ക് വെള്ളം മാറ്റിയതിന് ശേഷം ചേർത്താൽ മതി. നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ 3 ടീസ്പൂൺ വിനിഗറാണ് ചേർക്കുന്നത്. നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇതിൽ. ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതിൽ ബാക്കിയുണ്ടായിരുന്ന മസാല കൂടെ കഴുകി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളിയെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒരു 600 ഗ്രാം ചിക്കൻ ഉണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം.
അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വരും. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ചേർത്താലും കുഴപ്പമില്ല. പുളി നോക്കിയപ്പോൾ അല്പം പുളി കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് 1 ടീസ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 4 ടീസ്പൂൺ വിനീഗറാണ് ചേർത്തേക്കുന്നത്. ഇപ്പോൾ ചിക്കൻ എല്ലാം നന്നായിട്ട് കുക്കായി ഗ്രേവി എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വിന്താലൂടെ റെഡിയായി. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.